അർദ്ധരാത്രി മൂവിയിലെ ഹീറോ ആയിട്ടുള്ള അൻവർ സാദത്ത് ചേട്ടനാണ്. സോ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. എന്താ പേര് പറഞ്ഞു? അതുല്യ. ഓക്കെ, ശരി ശരി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് വിചാരിക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഈ മൂവിയിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ഞാൻ 2 സിനിമ ചെയ്തിട്ടുണ്ട്. സ്കൂൾ ഡയറീസ് ആൻഡ് അതെ, സ്കൂൾ ഡയറി സിനിമയിൽ ഹീറോ ആയിരുന്നു. പിന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂവി ഷൂട്ട് ഫിനിഷായി, ജസ്റ്റ് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു അടുത്ത ആഴ്ച അത് സെൻസറാവും. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. സ്കൂൾ ഡയറി എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അർദ്ധരാത്രി മൂവിയും എൻ്റെ കോ പ്രൊഡ്യൂസറും കൂടിയാണ് ഞാൻ. അപ്പം എൻ്റെ ഈ പ്രൊഡക്ഷൻ കമ്പനിയിൽ തന്നെയാണ് ഇതും ഷൂട്ട് ചെയ്യുന്നത് നടക്കിരിക്കുന്നത്. നല്ല കാര്യം. അപ്പോൾ പ്രൊഡ്യൂസറും കൂടിയാണ് ഈ മൂവിൻ്റെ. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് ഇംപ്രസ് ആയിട്ട് നമ്മൾ കയറിയതാണോ? തീർച്ചയായിട്ടും. ഇതൊരു നമ്മുടെ മലയാള സിനിമയിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്തൊരു തീമാണിത്. അപ്പം കോമഡി സബ്ജക്റ്റാണ്, ത്രൂ ഔട്ട് കോമഡിയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് 2 മണിക്കൂർ തിയേറ്ററിൽ വന്നിരുന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത്. അപ്പോൾ കോമഡി പ്ലസ് ത്രില്ലറാണ്. ഇപ്പൊ എല്ലാവർക്കും താല്പര്യവും കൂടുതലും ചിരിക്കാനും ആക്ഷനേക്കാളും കൂടുതൽ എല്ലാവർക്കും നല്ല എന്റർടൈൻ ആയിട്ട് 2 മണിക്കൂർ തീരണം എന്നുള്ള രീതിയിലാണ്. ഒരുപാട് ടെൻഷൻ്റെ ഇടയിലായിരിക്കും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നത്. തിയേറ്ററിലേക്ക് എത്തി അവിടെ വന്ന്